മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധി പരിഹരിക്കാൻ 138 അധിക താൽക്കാലിക ബാച്ചുകൾ അനുവദിച്ചു. മലപ്പുറത്ത് 120 ബാച്ചുകളും കാസർഗോഡ് 18 ബാച്ചുകളുമാണ് താൽക്കാലികമായി അനുവദിച്ചത്. എന്നാൽ മലബാറിലെ മറ്റ് ജില്ലകളിൽ കൂടി ബാച്ചുകൾ അനുവദിക്കണമെന്ന് ഇപ്പോൾ പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മലബാറിലെ സീറ്റ് പ്രതിസന്ധി മുന്നിൽ കണ്ട് കഴിഞ്ഞ വർഷം അനുവദിച്ച താൽക്കാലിക ബാച്ചുകൾ തുടരുന്നതിനും സീറ്റ് വർധനയ്ക്കും സർക്കാർ അംഗീകാരം നൽകിയിരുന്നു. എന്നാൽ ഇതൊന്നും മലബാറിലെ സീറ്റ് ക്ഷാമം പരിഹരിക്കാൻ പര്യാപ്തമായില്ല. ആദ്യഘട്ടത്തിൽ സീറ്റ് ക്ഷാമം ഉണ്ടാകില്ലെന്നായിരുന്നു സർക്കാർ നിലപാട്. എന്നാൽ പിന്നീട് നടന്ന വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭത്തെ തുടർന്ന് സർക്കാർ നിലപാട് മാറ്റി. വിദ്യാർത്ഥി സംഘടനകളെ ചർച്ചയ്ക്ക് വിളിച്ചു. പ്രശ്നം പരിഹരിക്കാനായി 2 അംഗ സമിതിയെയും നിയോഗിച്ചു. നിയമസഭയിൽ ചട്ടം 300 അനുസരിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നടത്തിയ പ്രത്യേക പ്രസ്താവനയിലാണ് അധിക താൽക്കാലിക ബാച്ചുകൾ അനുവദിക്കുന്നത് വ്യക്തമാക്കിയത്. മലബാറിലെ സീറ്റ് പ്രതിസന്ധിയെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച 2 അംഗ സമിതിയുടെയും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെയും ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. പ്രവേശനത്തിന്റെ മുഖ്യ അലോട്ട്മെന്റ് കഴിഞ്ഞപ്പോൾ മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ +1 സീറ്റുകളുടെ അപര്യാപ്തതയുണ്ടെന്ന പ്രാദേശിക പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. വിഷയ കോമ്പിനേഷൻ അടിസ്ഥാനത്തിൽ പരിശോധിച്ചപ്പോൾ മലപ്പുറം ജില്ലയിലെ എല്ലാ താലൂക്കുകളിലും ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് വിഷയങ്ങളിൽ സീറ്റ് കുറവുണ്ടെന്ന് കണ്ടെത്തി. ഇത് പരിഹരിക്കാൻ 85 സർക്കാർ സ്കൂളുകളുടെ ഭൗതിക സാഹചര്യങ്ങൾ പരിശോധിച്ചതിൽ 74 സ്കൂളുകളിൽ സൗകര്യമുണ്ടെന്ന് കണ്ടെത്തി. +1 പ്രവേശനത്തിന് 1ാം സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഉൾപ്പെടെയുള്ള മുഖ്യ അലോട്ട്മെന്റുകൾ കഴിഞ്ഞപ്പോഴും പ്രവേശനം ലഭിക്കാത്ത മലപ്പുറം, കാസർഗോഡ് ജില്ലയിലെ വിദ്യാർത്ഥികളുടെ +1 പ്രവേശനത്തിനായി പ്രസ്തുത ജില്ലകളിൽ താൽക്കാലിക അധിക ബാച്ചുകൾ അനുവദിക്കുകയാണ്. മലബാർ മേഖലയിൽ എല്ലാ സർക്കാർ സ്കൂളുകളിലും 30% മാർജിൻ സീറ്റ് വർധനവും, എല്ലാ എയ്ഡഡ് സ്കൂളുകൾക്കും 20% മാർജിൻ സീറ്റ് വർധനവും, ആവശ്യപ്പെടുന്ന എയ്ഡഡ് സ്കൂളുകൾക്ക് അധികമായി 10% മാർജിൻ സീറ്റ് വർധനവും അനുവദിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഹ്യൂമാനിറ്റീസ് കോമ്പിനേഷനിൽ 59 ബാച്ചുകളും കൊമേഴ്സ് കോമ്പിനേഷനിൽ 61 ബാച്ചുകളുമാണ് മലപ്പുറത്ത് അനുവദിച്ചത്. കാസർഗോഡ് ജില്ലയിൽ 1 സയൻസ് ബാച്ചും 4 ഹ്യൂമാനിറ്റീസ് ബാച്ചുകളും 13 കൊമേഴ്സ് ബാച്ചുകളും ഉൾപ്പെടെയാണ് 18 ബാച്ചുകൾ. ബാച്ചുകൾ അനുവദിച്ചതിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും മലബാറിലെ സീറ്റ് ക്ഷാമം പരിഹരിക്കാൻ ഇത് പര്യാപ്തമല്ലെന്നും പ്രതിപക്ഷം. കോഴിക്കോട്, അതുപോലെ പാലക്കാട്, വയനാട് ജില്ലകളിൽ കൂടി ആവശ്യമായ ബാച്ചുകൾ അനുവദിക്കണം എന്നാണ് ഞങ്ങളുടെ ഡിമാൻഡ്. അവിടെയും ധാരാളം കുട്ടികൾക്ക് സീറ്റ് കിട്ടാതെ അവർക്ക് പുറത്തു നിൽക്കുന്നുണ്ട്. UDF-ൻ്റെയും വിദ്യാർത്ഥി സംഘടനകളുടെയും വിവിധ സംഘടനകളുടെയും ഒക്കെ ഈ ത്യാഗപൂർണമായ അവരുടെ പ്രയത്നത്തിന് റിസൾട്ടുണ്ടായി. ഗവൺമെൻറ് ഇപ്പോൾ 2 ജില്ലകളിൽ +2 ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ അനുവദിച്ചു എന്നുള്ളതിനെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ പറഞ്ഞതുപോലെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. 138 താൽക്കാലിക ബാച്ചുകൾ അനുവദിക്കുന്നതിന് ഒരു വർഷം 14,90,40,000 രൂപയുടെ അധിക സാമ്പത്തിക ബാധ്യതയുണ്ടാകും. പുതിയ ബാച്ചുകൾ വരുന്നതോടെ +1 പ്രവേശനം സംബന്ധിച്ച പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷയെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. അധിക താൽക്കാലിക ബാച്ചുകൾ കൊണ്ട് പ്രശ്നം തീരില്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. ഓരോ വർഷവും പ്രശ്നം സങ്കീർണമാക്കാതെ പരിഹരിക്കാൻ സ്ഥിരമായ ഒരു സംവിധാനം വേണം. ഇതിനായി സ്ഥിരം അധിക ബാച്ചുകൾ അനുവദിക്കണം. സർക്കാർ സ്കൂളുകൾക്കൊപ്പം എയ്ഡഡ് സ്കൂളുകളെയും ഇതിനായി പരിഗണിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു. VA ഗിരീഷ്, 24, തിരുവനന്തപുരം. അപ്പോൾ അങ്ങനെ കാര്യത്തിൽ ചെറിയൊരു ആശ്വാസമായിട്ടുണ്ട്, താൽക്കാലികമായിട്ടാണെങ്കിൽ കൂടിയും.